കാരണം ലിക്കറിന് ടാക്സ് കൂട്ടി, അല്ല കുറച്ച് ടാക്സ് ഏർപ്പെടുത്തി ബർക്കാഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എന്തെല്ലാം ആരോപണമാണ്, എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയെന്നാണെന്നറിയോ? അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പം എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയാണ്. ആദ്യത്തെ നോട്ടാണ് ഗണ്യ കാണുക. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ്, ബർക്കാഡി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഗണ്ണികയിൽ പറഞ്ഞത് പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ആരാണ് ബർക്കാഡി കമ്പനിയായിട്ട് സംസാരിച്ചത്? ബർക്കാഡി കമ്പനിയായിട്ട് ആദ്യമായി സംസാരിച്ചത്? ഇനി കേട്ടോ, അല്ലല്ല രണ്ടാമത്തെ ബർക്കാഡി രണ്ടാമത്തെ ആരോപണം എന്താ? രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ ഇപ്പോഴും പറഞ്ഞു യുവതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയും, യുവതലമുറ ഇല്ലാതാവും, സ്ത്രീകളും കുട്ടികളും ആവും. 31/3/2022 ആ സർക്കാരിന്റെ മദ്യനയം, അതിലെ ഐറ്റം 25 LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. തീരുമാനിച്ചാണ് കേട്ടാ. അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം. ഇനി കേട്ടോ, രണ്ടാമത് വന്ന കേട്ടോ, മുഴുവൻ കേക്ക്, ബഹളമൊന്നും ഉണ്ടാക്കണ്ട, മുഴുവൻ കേക്ക്. മൂന്നാമത് അന്നത്തെ എക്സൈസ് മന്ത്രി ഇവിടെ പറഞ്ഞ ഉത്തരം, അസംബ്ലിയിൽ പറഞ്ഞ ഉത്തരം, ബക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നങ്ങളായ ബക്കാഡി, ബ്രീസർ, ബക്കാഡി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ബക്കാഡി ബ്രീസറിൽ 4.8 പ്ലസിൽ 8% ആൽക്കഹോളാണ് അടങ്ങിയിരിക്കുന്നത്. 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം 0.5 മുതൽ 20 വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിപണനം നടത്തുന്നതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെൻഡ്മെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ ചട്ടത്തിൽ അമെൻഡ്മെന്റ് നടത്തി. അമെൻഡ്മെന്റ് നടത്തി. ഇനി ഞാൻ പറയട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഇനിയുണ്ട്, രസകരമായ കാര്യങ്ങളുണ്ട്. അമെൻഡ്മെന്റ് നടത്തി. അത് കഴിഞ്ഞിട്ട് ബക്കാഡി ചോദിച്ചു, അത് ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള ഒരു സംഭവം വേണമെന്ന്. അപ്പോൾ ബിയറിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 116% വൈനിൻ്റേത് 86%. ഇതിൻ്റെ ഇടയിലൊരു ടാക്സ്, അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. അല്ല കേക്ക്, ഞാൻ പറഞ്ഞില്ലല്ലോ, കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാമായി അതിൻ്റെ നടപടിക്രമങ്ങൾ ഫയലായി. ഇലക്ഷൻ ആയതുകൊണ്ടാണ് കൊടുക്കാറുള്ളത്. ഇനി കേട്ടോ അല്ലല്ല കേൾക്ക്. അല്ല, ഞാൻ ഇത് പറഞ്ഞു തീർന്നിട്ടേ ഇരിക്കുള്ളൂ. അങ്ങക്ക് വഴങ്ങുള്ളൂ. അങ്ങ് പ്രസംഗിക്കണ്ട, ഞാനാണ് പ്രസംഗിക്കുന്നത്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എൻ്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അടുത്തത് ഈ 86-നും 116-നും ഇടയിൽ വെക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളെന്താ ചെയ്തത്? നമ്മുടെ മുമ്പിൽ ഈ ഫയൽ വന്നു. ഈ ഫയൽ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് വന്നു. ശരവേഗം തീരുമാനമെടുത്തെന്നാണ്. കേട്ടോ, കേൾക്കണ്ടേ? അതൊക്കെ മറുപടി കേൾക്ക്. അതിങ്ങനെ ഓടിപ്പോയി 7 ഉദ്യോഗസ്ഥന്മാരെടുത്ത് പോയെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ടാക്സ് തീരുമാനിക്കുന്നത് തലേയാഴ്ചയാണ്. തലേ ദിവസം രാത്രിയാണ് ഫൈനലൈസ് ചെയ്യുന്നത്, ആണല്ലോ. എന്നിട്ട് രാത്രി 1 മണി കഴിഞ്ഞിട്ടാണ് ടാക്സ് പോർഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ശരവേഗത്തിലാണ് പോണത്. കാരണം ഡിസിഷൻ വന്നാൽ ആ ഡിസിഷൻ എല്ലാവരും വേഗത്തിൽ കണ്ടിട്ട് എല്ലാ ടാക്സും തീരുമാനിക്കണം. അങ്ങനെ ധനകാര്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് അറിയാം. തീരുമാനിക്കുന്നു ശരവേഗം. അതായത് സാധാരണ ഈ അഴിമതിയിൽ പറയുമല്ലോ, ഭയങ്കര സ്പീഡായിരുന്നു. ഇത് കേരളത്തിലെ ഒരു ടാക്സ് നിശ്ചയിക്കാൻ ഫയല് പോകേണ്ടത് അങ്ങനെ തന്നെയാണ്. വേഗത്തിൽ പോയിട്ടാണ് രാത്രി 12 മണിക്ക് മുമ്പാണ്
നമ്മളിത് ഫൈനലൈസ് ചെയ്ത് അവർക്ക് കൊടുത്ത് 1 മണിക്കാണ് ഇത് പ്രിൻറ്റിങ്ങിന് പോകണം. ഇനി ഞങ്ങളിതെന്താ തീരുമാനിക്കുക, മുഴുവൻ പറഞ്ഞിട്ട് നിങ്ങൾ ബഹളം ഉണ്ടായിക്കോ. ഇത് ഞങ്ങളെന്താ തീരുമാനിക്കാൻ കാര്യം? അവർ പറഞ്ഞ ഈ 86-നും 116-നും ഇടയിലല്ല നമ്മൾ വെച്ചത്. നമ്മൾ 0.5 തൊട്ട് 10 വരെ 120% വെച്ചു. 10% മുതൽ 20% വരെ 175% വെച്ചത്. 175%. ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് പരിശോധിച്ചു. കേരളത്തിലാണ് ഈ വെച്ചിരിക്കുന്നതാണ് ഏറ്റവും കൂടിയ ടാക്സ്. ഏറ്റവും കൂടിയ ടാക്സ് കേരളത്തിലാണ്. ഏറ്റവും കൂടിയ ടാക്സ് കേരളത്തിലാണ്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി അറിയണം. ഈ ടാക്സ് ഏർപ്പെടുത്തുന്നതിനെ പറ്റിയല്ലേ പറഞ്ഞത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി, ഇപ്പോഴത്തെ അല്ല, അതിനേക്കാൾ മുമ്പുള്ള ധനകാര്യമന്ത്രി 2018-19 ഒരു ടാക്സ് അവതരിപ്പിച്ചു. പുതിയ ടാക്സ് എന്തിനാണെന്നറിയോ? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനം, മറ്റത് വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ വിൽക്കുന്ന സാധനം. എടാ, അതിൻ്റെ ആൽക്കഹോളിക് കണ്ടന്റ് എത്രയെന്നറിയോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വൈന് 86, ബിയറിന് 116. ഇതിൻ്റെ ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നത് 40% മുതൽ 60% വരെയാണ്. 60% വരെ, 40% മുതൽ 60% വരെ ഹൈ. നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനേക്കാൾ കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം. 2018-19 അന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 210% ടാക്സ് ആയിരുന്നപ്പോൾ ഇവരുടെ ഗവൺമെന്റ്, അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി, കൊണ്ടുവന്ന ടാക്സ് എത്രയാ? 78%. 78%. എന്നിട്ട് 2022-23 ഇപ്പോൾ 251% വരെ ഉണ്ട് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്. അപ്പോൾ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ടാക്സ് എത്രയെന്നറിയോ? 115%, ബിയറിനേക്കാൾ താഴെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെ നിന്നും ഷീവാസ് റീഗലിന്റെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്തത്? ആണോ? അതാണ് ചോദ്യം. ജോണി വാക്കറിന്റെ നിന്നും ഷീവാസ് റീഗലിന്റെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ 78%, 60% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം മേടിച്ചത്? അത്രയേ ഉള്ളൂ. ഞാൻ ഇനി പറയാം, ഞങ്ങൾ എന്താന്ന് പറയാം. ഞങ്ങൾ അല്ലല്ല, ഞാൻ തീർന്നിട്ടില്ല, ഞാൻ തീർന്നിട്ട് പറയാം. ഒരു പുതിയ കാറ്റഗറി വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിശ്ചയിച്ച് നിങ്ങളാണ്. ഗവൺമെന്റ് കണ്ടിന്യൂഷൻ ആണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്. ഞങ്ങൾ അതിനൊരു ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. അതാണ് ടാക്സ് റേറ്റ്. 120% മുതൽ 120-ഉം 175 2 ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. ഞങ്ങൾ മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുക്കും. ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിൻ്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഈ പാർട്ടിയിൽ ആലോചിച്ചില്ല, ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞല്ലോ ഇവിടെ, അവിടെ ആലോചിച്ചില്ല. ഒരു ഡിപ്പാർട്ട്മെന്റും, ധനകാര്യമന്ത്രിക്ക് അറിയാം, ടാക്സ് തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിക്കുമോ? അവരുടെ പ്രപ്പോസൽ മേടിക്കും, അവരുമായിട്ട് സംസാരിക്കില്ല, അല്ലേ? ഞാൻ ഈ ലിജു എൻ്റെ മുറിയിലേക്ക് വന്ന് എന്നോട് സംസാരിക്കും എന്ന് പത്രവാർത്ത കണ്ടിട്ട് ഞാൻ ലിജുവിനോട് ചോദിച്ചിട്ട്, നീ വരുന്നില്ലേ? നീ എന്ന് വെച്ചാൽ അവൻ എൻ്റെ അനുജനാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. പാവം പറയാം, 2-3 കാര്യം പറയാനുണ്ടായിരുന്നു. ഈ വാർത്ത വന്ന കാരണം എനിക്ക് അങ്ങോട്ടും വരാൻ പറ്റുന്നതാണ്. ഇതാണ് സ്ഥിതി, അല്ലേ? ഇതാണ് സ്ഥിതി. ഇനി ഈ ഞങ്ങൾ ദൈനംദിന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് ഫയല് കൊണ്ടുകൊണ്ട് KPCC പോവില്ല. അത് മനസ്സിലായല്ലോ. പണ്ടത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഫയല് ചുമന്നുകൊണ്ട് AKG സെന്ററിൽ പോയിരുന്നത് പോലെ ദൈനംദിന ഭരണത്തിൽ ഒറ്റ കോൺഗ്രസ് മന്ത്രി, ഒരു ഘടകകക്ഷിയുള്ള മന്ത്രിയും അവരുടെ പാർട്ടി ഓഫീസിലേക്ക് ഫയലുമായിട്ട് പോവില്ല. ബട്ട് വെൻ ഇറ്റ് പോളിസി കംസ്, I will go to PCC office and I will discuss with our PCC president and ask him to convene a meeting of the concerned committee. എന്നിട്ട് ഞങ്ങൾ ഘടകകക്ഷികളായിട്ട് സംസാരിക്കും. ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഞങ്ങളൊരു പോളിസി ഉണ്ടാക്കും. ടാക്സ് നിശ്ചയിക്കുന്ന ഫയലും
ബാക്കിയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഫയലുമായിട്ട് പാർട്ടി ഓഫീസിൽ പോകുന്ന പരിപാടി മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചു മാറ്റി പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി അംഗീകാരം മേടിക്കുന്ന പരിപാടിയൊന്നും ഈ ഗവൺമെന്റിലുണ്ടാവില്ല. ഈ ഗവൺമെന്റിലുണ്ടാവില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സാർ 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 ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാർ ബാറിൻ്റെ സാർ ഇവിടെ CAG റിപ്പോർട്ട് പറഞ്ഞു. CAG റിപ്പോർട്ടിൽ വേറെ ഒരുപാട് കാര്യമുണ്ട്, ഞാൻ പറയില്ല. കഴിഞ്ഞ 100 കോടി രൂപ കുറഞ്ഞു ബാറിൽ നിന്ന്. ഇനി വേറൊരു കാര്യം, മദ്യത്തിന്റെ വ്യാപനം അരുത്. ഈ സർക്കാർ നമ്മളോട് ഉപദേശിക്കുകയാണ്, മദ്യം വ്യാപിപ്പിക്കും. ഇവിടെ 28 ബാറുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാവുമ്പോൾ. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണത്ര 900 ചില്ലാൻ ബാറായി. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. ബീവറേജ് കോർപ്പറേഷന്റെ അല്ലല്ല, അതെന്താ അറിയോ, ഇപ്പോഴത്തെ ബാറിൽ കൂൾ ഡ്രിങ്ക്സ് ആണ് വെക്കുന്നത്. മനസ്സിലായില്ലേ? 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറാക്കി കേരളത്തിൽ മദ്യം ഒഴുക്കിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്ക് ഉപദേശം നൽകുക, മദ്യം വ്യാപിപ്പിക്കരുത്, മദ്യം വ്യാപിപ്പിക്കരുത്, മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്. ഇതൊക്കെ ഞങ്ങൾ ഇതിന്ന് അങ്ങനെയൊന്നും പറയാത്താണ്. പക്ഷേ എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ മറുപടി കൊടുക്കേണ്ടത്, അല്ലേ? എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ എത്ര പ്രാവശ്യം മേടിച്ചു എന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ ചോദിക്കില്ല. സാർ, ഈ ബജറ്റ് ഒരു വലിയ തുടക്കമായി. ഞങ്ങൾ ഈ കേരളത്തെ മാറ്റി എഴുതും. ഈ നാടിൽ വളർന്നു വരുന്ന തലമുറ അവര് പ്രതീക്ഷയോടുകൂടി ഞങ്ങളെ കാത്തിരിക്കുക. അത് വിറ്റുശീലമുള്ളവർ ആണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കേരളത്തിലെ യുവതലമുറയും വിദ്യാർത്ഥികളുടെ തലമുറയും. അവരുടെ പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഡെലിവറി ഉണ്ടാവും. ഇപ്പൊ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് ഡെലിവറി ഉണ്ടാവും, കൃത്യമായ ഡെലിവറി. അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട.